നമസ്കാരം. കേരള എഡ്യൂക്കേഷൻ എന്നുള്ള ഇംഗ്ലീഷുള്ള കോളത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഉദ്യമമാണ്, എന്നുള്ള സർക്കാർ തലത്തിലുള്ള ഉദ്യമമാണ്, അല്ലെങ്കിൽ സർക്കാർ എടുക്കുന്ന നടപടികളാണ് ഒരു സമൂഹത്തിൻ്റെ പുരോഗതി, സാംസ്കാരിക പുരോഗതി അടയാളപ്പെടുത്തുന്നത്. ആ വിഷയം നമ്മൾ ചർച്ച ചെയ്തു. കേരള എഡ്യൂക്കേഷൻ എന്നുള്ള ഇംഗ്ലീഷുള്ള കോളവും ആ കോളത്തിന് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇൻട്രഡക്ഷൻ എന്ന വീഡിയോയുടെ ലിങ്കുകളും ഈ വീഡിയോയുടെ കൂടെ ചേർക്കും. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്തും ഏതും ഒരു വിരൽത്തുമ്പിൽ ലഭിക്കുന്നൊരു ഘട്ടം. അത്ര ഒരു ഘട്ടത്തിലാണ് നമ്മൾ സർക്കാർ തലത്തിൽ ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. സർക്കാർ തലത്തിൽ ഔദ്യോഗികതലത്തിൽ ഒരുപാട് ഇത്തരം തീരുമാനങ്ങളുണ്ട് എങ്കിൽ പോലും നേരത്തെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിരുന്നു. ഔദ്യോഗിക തലത്തിലൊരു സിനിമാ നിരൂപണം, ഔദ്യോഗിക തലത്തിലൊരു ഓൺലൈൻ കച്ചവട പോർട്ടൽ, ഫ്ലിപ്കാർട്ടൊക്കെ സമാനമായി അത്തരം പല സാധ്യതകൾ, അത്തരം ഓൺലൈൻ ഔദ്യോഗിക തലത്തിലുള്ള ഒരു ഇത്തരം ഔദ്യോഗിക ഇടപെടലുകളിലൂടെ എങ്ങനെ നമുക്ക് നീതിയും മികച്ച സേവനവും ഉറപ്പുവരുത്താമെന്നുള്ള വിഷയം നമ്മൾ സാമ്പത്തിക വിദ്യാഭ്യാസ മാധ്യമ മേഖലയെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ആ മേഖലകളിലെല്ലാം ഇത്തരമൊരു സർക്കാർ ഇടപെടലല്ല, സർക്കാരിൻ്റെ നടപടികളിലൂടെ കൂടുതൽ വിശാലമാക്കാൻ അത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇവിടെ നമ്മൾ അതിൻ്റെ മറ്റൊരു തലം, അതേ ഒരു തലത്തിൽ നമ്മൾ വിദ്യാഭ്യാസം നമ്മൾ സമീപിക്കുക. പ്രത്യേകിച്ചും മികച്ച വിദ്യാഭ്യാസം തേടി രാജ്യം വിട്ട് സംസ്ഥാനം വിട്ട് ആളുകൾ പോകുന്നൊരു സാഹചര്യം. ഒരുപക്ഷെ അതിന് വിദ്യാഭ്യാസ നിലവാരം മാത്രമാവില്ല കാരണം എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് തെറ്റായ വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ പ്രചരിപ്പിക്കാൻ കഴിയുന്നൊരു ഘട്ടത്തിൽ ലോകത്തെ എല്ലായിടത്തുമുള്ള ഏറ്റവും മികച്ച വിദ്യാഭ്യാസം എങ്ങനെ നമുക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ള വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്തിരിക്കുന്നു. വിദൂര വിദ്യാഭ്യാസം മുതൽ ഇ ലേണിംഗ് വരെയുള്ളവയെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു പല കാലഘട്ടത്തിൽ. എങ്കിൽ പോലും ലോകത്തെമ്പാടും ആ ചിതറിക്കിടക്കുന്ന വൈവിധ്യങ്ങളെ, അറിവുകളെ, അധ്യാപന രീതിയെ എങ്ങനെ നമുക്ക് സർക്കാർ തലത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ള വിഷയം നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടിയിരിക്കും. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ സാമ്പത്തിക സാമൂഹികമായ സംവരണമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ചെറിയൊരു സംഖ്യ, നാമമാത്രമായൊരു സംഖ്യ, 5 രൂപ മുതൽ 50 രൂപ വരെയുള്ള സംഖ്യ മാസം വാങ്ങിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ സേവനം ലഭ്യമാണ്. ഓക്സ്ഫോർഡ് മുതൽ JNU വരെയുള്ള സർവകലാശാലകളിൽ വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുന്നവർ, വിവിധ പ്രബന്ധങ്ങൾ, ശാസ്ത്ര, സാമൂഹിക, സാമ്പത്തിക മേഖലകളിൽ വിവിധ പഠനങ്ങൾ നടത്തിയവരെ, നോബൽ പുരസ്കാരം നേടിയവരെ, ഇവരെയെല്ലാം എങ്ങനെ ഒരു ഓൺലൈൻ ചാനലിലൂടെ സ്ഥിരമായ ജനങ്ങളിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം, എങ്ങനെ അവരുടെ സേവനങ്ങൾ ഒരു കൃത്യം എല്ലാ മാസവും ഒരു ക്ലാസ് ആയെങ്കിലോ അവർക്ക് വൈദഗ്ധ്യമുള്ള വിഷയത്തിൽ, അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവാം, കാലാവസ്ഥ വ്യതിയാനമാവാം, സാമ്പത്തിക ശാസ്ത്രമാവാം, സാമൂഹിക ശാസ്ത്രമാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാഹിത്യമാവാം, ഏത് വിഷയമായാലും ആ വിഷയത്തിൽ അവർക്ക് ലോകത്തെ ഏറ്റവും വിദഗ്ധനായ ഒരാൾ ക്ലാസ് എടുക്കും. അവരുടെ ക്ലാസ്, അവരുടെ വീഡിയോ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ഇത്തരമൊരു ഉദ്യമം ഒരു സർക്കാർ തലത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയൊരു മാറ്റം സമൂഹത്തിൽ വരുത്താൻ കഴിയും. കാരണം ഏതാണ് ഏറ്റവും മികച്ചത് ജനങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ മറ്റൊരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. സർക്കാർ തലത്തിൽ സിനിമകൾ പ്രദർശിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ക്ലാസിക് സിനിമകൾ മുതൽ പഴയ സിനിമകൾ വരെയുള്ളവ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയാൽ ഈ കോപ്പിയടി വീരന്മാർ മണിരത്നവും AR റഹ്മാനും പ്രിയദർശനെ പോലുള്ളവർ അപ്രത്യക്ഷരാകുമെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഏറ്റവും മികച്ച സേവനം, കലർപ്പില്ലാത്ത സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കുമ്പോൾ ഏറ്റവും മികച്ചതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ പൊതുജനങ്ങൾ തന്നെ ശ്രമിക്കുമെന്നുള്ളതിനാണ് അതാണ് ഇതിൻ്റെ തെളിവ്. നമുക്ക് ബൈജു പോലെയുള്ള ആപ്പുകളിൽ സംഭവിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ നമ്മുടെ കൺമുന്നിൽ നിൽക്കെ ഏറ്റവും മികച്ചവരുടെ സേവനം ലഭ്യമാക്കാൻ നമുക്ക് ശ്രമിച്ചുകൂടെ? ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ ഇന്ന് നാട്ടിലുള്ള സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളും സ്വാധീനമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ തലങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്നവരെയും പുരസ്കാര ജേതാക്കളെയും എല്ലാം നമുക്കൊരു ഓൺലൈൻ പോർട്ടലിലൂടെ നമുക്ക് പരിചയപ്പെടാൻ കഴിയുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം, വളരെ ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്. അത് വെറുമൊരു പരിചയപ്പെടലോ ഒരു സെമിനാറിലോ ഒതുങ്ങാതെ
സ്ഥിരമായി അവരെടുത്ത ക്ലാസ്സുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരോട് ക്ലാസ് എടുക്കാൻ പറയുക. ഇത്തരമൊരു ഉദ്യമത്തിലേക്ക് സർക്കാരിന് കടക്കാൻ കഴിയും, പ്രത്യേകിച്ച് കേരള സർക്കാർ. കാരണം കേരളത്തിൻ്റെ ഒരു സാമൂഹിക പുരോഗതിയും ഒപ്പം തന്നെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും എല്ലാം കണക്കിലെടുക്കും. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിച്ചിട്ടുള്ള അപജയം അതുകൂടി നമുക്ക് കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. SFIക്കാരനായാൽ പോലീസ് കോൺസ്റ്റബിൾ ആവാം, DYFIക്കാരനായാൽ സർവകലാശാല അധ്യാപകനാവാം, CPMൽ മെമ്പർഷിപ്പ് എടുത്താൽ സാഹിത്യകാരനാവാം എന്നുള്ളൊരു സാഹിത്യ അക്കാദമിയുടെയോ ചലച്ചിത്ര അക്കാദമിയുടെയോ ഉന്നത സ്ഥാനങ്ങളിലെത്താം, അല്ലെങ്കിൽ പുരസ്കാരങ്ങളിൽ നേടാൻ കഴിയുന്ന സാഹചര്യം നിലനിൽക്കുന്നൊരു ഘട്ടത്തിൽ BJP മുതൽ കോൺഗ്രസ് വരെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ സർവകലാശാലകളിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഈ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നൊരു ഘട്ടത്തിൽ, ഇതൊരു രാഷ്ട്രീയ സംഘടനമായി മാറുന്നൊരു ഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഒഴിച്ച് മറ്റെല്ലാം ചർച്ചയാവും. അത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഈ വിഷയം. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇത് പ്രാവർത്തികമാണോ? ഇതൊരു ആരംഭശൂരത്വത്തിൽ അവസാനിക്കുമോ? എങ്ങനെയാണ് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുക? ഇതേ അധ്യാപകരുടെ ഏറ്റവും പുതിയ ക്ലാസ്സുകൾ മാത്രം മതിയോ? അതിന് സമയമുണ്ടാകുമോ? അല്ലെങ്കിൽ അവരുടെ പഴയ ഏതെങ്കിലും വീഡിയോകൾ മതിയോ? ഇത്തരം വിഷയങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയണം. ചർച്ച ചെയ്താൽ മാത്രമാണ്, വിദഗ്ധ ചർച്ച ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും. ലൈബ്രറികളിലൂടെ അന്താരാഷ്ട്ര പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന പോലെ, മറ്റൊരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്ത പോലെ, സാംബശിവൻ്റെ കഥാപ്രസംഗത്തിലൂടെ മാത്രം ഇലിയഡും ഒഡീസയും ടോൾസ്റ്റോയുടെ പുസ്തകങ്ങളെല്ലാം പരിചയപ്പെട്ട തലമുറ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം, ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകരുടെ പുസ്തകങ്ങൾ, ഇതെല്ലാം കേരളത്തിലെ മുക്കിലും മൂലയിലുമുള്ളവർക്ക് പരിചയപ്പെടാൻ കഴിയുമെന്ന് പറയുമ്പോൾ അധ്യാപക നിലവാരം ഉയർത്തേണ്ടതായി വരുന്നു. അധ്യാപകർക്ക് മത്സരക്ഷമത പ്രവർത്തനക്ഷമത ഉയർത്തേണ്ടതായി വരുന്നു. പാഠ്യപദ്ധതികൾക്ക് നിലവാരം ഉയർത്തേണ്ടതായിട്ട് വരുന്നു. ഭഗവത്ഗീത പഠിപ്പിക്കുന്നതോ പള്ളികളോ പണിയുന്നതോ അല്ല പ്രധാനപ്പെട്ടത്. നമുക്ക് വിദ്യാഭ്യാസമാണ് വേണ്ടത്. അതിൽ രാഷ്ട്രീയം, പാഠ്യപദ്ധതികളിൽ മതവും രാഷ്ട്രീയവും കലർത്താൻ ശ്രമിക്കുന്നത് അപകടകരമാണ്, വിനാശകരമാണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്ന തലമുറ അതോടെ വിടുന്നു വരും. അപ്പോൾ ഇതിന് പലതരം ഗുണങ്ങളുണ്ട്. പ്രീണനത്തിലൂടെ നിലനിൽക്കുക മാത്രം ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അതിന് കഴിയില്ലെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരിൽ സമ്മതം ചെലുത്താൻ നമുക്ക് കഴിഞ്ഞാൽ വലിയൊരു മാറ്റത്തിന് അത് തിരികൊള്ളും. അത്തരം തിരിച്ചറിവുകളിലേക്ക്, അത്തരം പോരാട്ടങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയും. താങ്ക് യു.